വെള്ളിയാഴ്ച കാലത്ത് 10 മണിയോടെ മലപ്പുറത്തു നിന്നുമാണ് ചെറുകിട സംരംഭകരക്ഷാ മാർച്ച് മലയോര ജാഥയുടെ 3ാം ദിന പര്യടനത്തിന് തുടക്കമായത്. സിഒഎ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രഘുനാഥ്, ജാഥ ക്യാപ്റ്റൻ പ്രവീൺ മോഹനെ പൊന്നാടയണിയിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി സുരേഷ്, ജാഥ വൈസ് ക്യാപ്റ്റൻ രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടക്കലിലും വളാഞ്ചേരിയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഈ വർത്തമാന കാലഘട്ട സാഹചര്യത്തിൽ തന്നെ ഒട്ടനവധി പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ദേശീയ പ്രാദേശിക കുത്തക രംഗങ്ങളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുങ്ങിയ സമയപരിധിയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ കണ്ടെത്തിക്കൊണ്ട് ഈ മേഖലയിൽ തുടരുവാൻ കഴിയുന്ന സാഹചര്യം തന്നെ ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് വലിയ കുത്തകകൾ കടന്നു വരുന്നത് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഉപജീവന മാർഗം നൽകുന്ന ഈ മേഖലയെ മുച്ചൂടം മുടിക്കുവാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ കാഴ്ചപ്പാട്. വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച ചെറുകിട സംരംഭകരക്ഷാ മാർച്ചിന് ഒറ്റപ്പാലത്തും പാലക്കാടും സ്വീകരണം നൽകി. സിഒഎ പാലക്കാട് മേഖലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ് ജാഥ ക്യാപ്റ്റനെ പൊന്നാടയണിയിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി ശങ്കർ, സിദ്ദിഖ്, അഭിലാഷ് എന്നിവരും ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം ചെയ്തു. മുൻ MLA കെ ദിവാകരൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജൻ, കോൺഗ്രസ് നേതാവ് ഫിദർ മുഹമ്മദ്, KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ, മലപ്പുറം, പാലക്കാട്.